നേരിട്ട് വരുന്നവരിലും ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ച് പ്രശ്നങ്ങൾ പറയുന്നവരിലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു വിഷയമാണ് അവരനുഭവിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ. ജോലി തടസ്സം എന്ന് പറയുന്നത് അതൊരു വലിയ വിഷയം തന്നെയാണ്. പല ആളുകളും ജോലിയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികളിൽ അകപ്പെട്ട് വർഷങ്ങളായി ജോലിയില്ലാതെ, ചെയ്യുന്ന ജോലി തന്നെ സന്തോഷമില്ലാത്ത, റാഹത്തില്ലാത്ത, വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ല റാഹത്തും സന്തോഷവും അഭിവൃദ്ധിയുമുള്ള ഒരു ജോലി ലഭിക്കാനും അത് കാരണമായിട്ട് അവർക്ക് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ആത്മീയമായ വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പൂർണ്ണമായും കണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയുന്നത് പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങള്, ജോലി തടസ്സങ്ങൾ എങ്ങനെ നീക്കം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ അല്ല, ഒന്നിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ട്. ഒരുവിധം ആളുകൾക്കൊക്കെ ജോലി ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ജോലിയിൽ വലിയ ബറക്കത്ത് നൽകട്ടെ. നമുക്ക് ജോലി ലഭിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടാകും. അത് നിഷേധിക്കാൻ കഴിയൂല. തടസ്സങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. അപ്പൊ ഞാൻ അതിനെ എപ്പോഴും പറയാറുണ്ടല്ലോ, തടസ്സങ്ങൾ ചിലപ്പോ നമുക്ക് ബാധിച്ച സിഹർ കാരണമായിട്ടായിരിക്കാം ചിലപ്പോ ജോലി ലഭിക്കാതിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇതാണെന്ന് എങ്ങനെ മനസ്സിലാകും? ഈ ഒരു പരിഹാരം നീക്കലോടുകൂടെ അതില് നല്ല റാഹത്തും സന്തോഷവും ലഭിക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുകയാണ്. സിഹർ ബാധിച്ചിട്ട് സിഹർ കാരണം കൊണ്ട് ജോലി ലഭിക്കാതെ വരുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ കണ്ണീറുമായി ബന്ധപ്പെട്ടത്, പൈശാചികമായ ചില വിഷയങ്ങളെ കൊണ്ട്, ശത്രുക്കളുമായി ബന്ധപ്പെട്ട ശത്രുദോഷം കൊണ്ട്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രയാസങ്ങൾ, ഇത്തരം കാര്യങ്ങൾ തടസ്സങ്ങളായി നിന്നിട്ട് ജോലി ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ള ഇവന് നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, PG ഒക്കെ കഴിഞ്ഞ് അവന് ജോലി ചെയ്യേണ്ടുന്ന ആ ഒരു വിഷയത്തില് ഒരു സ്പെഷ്യൽ കോഴ്സ് ഒക്കെ ചെയ്ത് പഠിച്ച് പൂർത്തിയാക്കിയ ആളായിരിക്കും, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കും, അവന് ടാലന്റഡ് ആണ്, സ്കിൽഡ് ആണ്. പക്ഷെ അവനേക്കാളും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായ അവന്റെ കൂടെയുള്ളവന് പോലും ജോലി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം തടസ്സങ്ങൾ ഒരു പക്ഷേ അതിന് പ്രതിസന്ധിയായിട്ട് നിന്നേക്കാം. അപ്പൊ ആ പ്രതിസന്ധികൾ നീക്കം ചെയ്യണം. അതിനധികം പ്രയാസങ്ങളൊന്നുമില്ല. അത് നീക്കം ചെയ്യാനുള്ള ചില അമലുകളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ മതി. ആ അമലുകൾ ചെയ്യാൻ നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന അമലുകളാണ്. പലരും ഇവിടെ നേരിട്ട് വരുമ്പോൾ അവർക്കൊക്കെ നമ്മൾ അവരുടെ ജോലിയുടെ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ അത്തരം അമലുകൾ നിങ്ങൾ വീട്ടിൽ പോയി ചെയ്താൽ മതി, ഇത്ര ദിവസം ചെയ്യണം, ഇന്നതുപോലെ ചെയ്യണം എന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്ത ഉടനെ തന്നെ ലഭിക്കും എന്നൊന്നുമല്ല പറയുന്നത്. അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ തടസ്സം നീങ്ങി കിട്ടി എന്നാണ് അർത്ഥം. പിന്നീട് ആ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല റാഹത്തുള്ളൊരു ജോലി ലഭിക്കും എന്നുള്ളതാണ്. നമ്മൾ ജോലി ചെയ്യുന്ന ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് അവർക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, ആ ഉണ്ടായ ജോലിയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുന്നത്. നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് ജോലിക്ക് തീരെ ഒരു റാഹത്ത് വരുന്നില്ല. ഇപ്പൊ സിഹർ, കണ്ണീർ, അതേപോലെ പൈശാചികമായ പ്രശ്നങ്ങള്, ഈ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, ഇത്തരം തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ജോലിയിൽ അവർക്കുണ്ടാകുന്ന ചില പ്രയാസങ്ങളുണ്ട്. അവർക്ക് ഒന്നും ചെയ്യാനൊരു താല്പര്യം ഇല്ലാണ്ടിരിക്കുക, ഒന്നിനൊരു ഉത്സാഹം ഇല്ലാണ്ടിരിക്കുക. ഇനി അവർക്ക് എന്തെങ്കിലും ഒരു ജോലി ഉള്ളവർക്ക് തന്നെ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്നതാണ് ഒരു മടി ഉണ്ടാവുക ജോലിക്ക് പോവാൻ. നല്ല സാലറി വാങ്ങിക്കുന്ന, നല്ല ഹൈ സാലറി ഉള്ള ജോബൊക്കെ ആയിരിക്കും, പക്ഷെ എന്നിട്ട് പോലും അവൻ ആ ജോലിക്ക് പോകാൻ ഒരു മടി ഉണ്ടാകുക. ഇതൊക്കെ സിഹർ, കണ്ണീർ, അതേപോലെയുള്ള പ്രയാസങ്ങള് അവർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളാ. ഒരിക്കലും മാറാത്ത ചില രോഗങ്ങളൊക്കെ ഉണ്ടാവുക. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, അതൊക്കെ നമ്മൾ ആ ജോലി നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നത്. ഇപ്പൊ നല്ല ജോലിയുള്ള ആളുകളാണെന്ന് സങ്കല്പിക്കാം, അവർക്ക് തന്നെ ചിലർക്ക് പോകാൻ നല്ല മടി ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അതേപോലെ തന്നെ അവർക്ക് ഒരു താല്പര്യക്കുറവ്, ചെയ്യുന്നതിൽ ഒരു ആത്മാർത്ഥത ഇല്ലാണ്ടിരിക്കുക,
എപ്പോഴും ഇങ്ങനെ ഉറക്കം വരിക. ജോലി ചെയ്യുമ്പോഴൊക്കെ അകാരണമായിട്ട് തലേ ദിവസം രാത്രി ഉറക്കമൊഴിച്ചതിന്റെ പേരിലല്ല, അകാരണമായിട്ട് ഇങ്ങനെ ക്ഷീണം ഉറക്കമൊക്കെ അനുഭവപ്പെടുക. ഇതൊക്കെ അവരുടെ ഉള്ള ജോലിയുള്ളവർ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കാരണങ്ങളെ കൊണ്ട് ആ ജോലി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പ്രതിസന്ധികളൊക്കെ സിഹിർ, കണ്ണീർ, പൈശാചികമായ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ ജോലിക്ക് തടസ്സമായി നിന്നേക്കാം. ആ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യണം. ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എല്ലാ വഖത്തും 5 വഖത്ത് നിസ്കാരവും നിലനിർത്തുന്ന, ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്ന, ഇങ്ങനെ ദിക്റുകളും തസ്ബീഹുകളൊക്കെ ചൊല്ലി നടക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഒരു ഹിഫ്ള് കാവലായിട്ട് ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ ഇതൊന്നും പതിവാക്കാതെ നിസ്കാരങ്ങളൊക്കെ ഖളാ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രയാസങ്ങളും തടസ്സങ്ങളൊക്കെ അവരിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കാരണമാകുന്നുള്ളതാണ്. നേരെ മറിച്ച് ഈ നിസ്കരിക്കുന്നവർക്കും അതേപോലെ തന്നെ ഇങ്ങനെ 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്നവർ, ഔറാദുകൾ കൊണ്ട് നടക്കുന്നവര്, ഇവർക്കും ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാകൂല എന്നല്ല, ചാൻസുകൾ കുറവാണ് എന്നുള്ളതാണ്. അപ്പോ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിസ്കാരം നിലനിർത്തുന്ന വിഷയം, ഇത്തരം വിഷയങ്ങളൊക്കെ. ഇപ്പൊ ചില ആളുകളൊക്കെ നമ്മളോട് പറയാറുണ്ട്, എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, ഞാൻ ഒരു 8-9 വർഷക്കാലം നല്ല ജോലിയായിരുന്നു, എനിക്ക് കിട്ടിയ സാലറി എന്ന് പറഞ്ഞാല് ഞാൻ പോലും അഭിമാനിക്കുന്ന രൂപത്തില് എനിക്ക് 12-13 ലക്ഷം എനിക്ക് സാലറി കിട്ടിയിരുന്നു. പെട്ടെന്നാണ് ഉസ്താദ് അതൊക്കെ നഷ്ടപ്പെട്ടു പോയത്, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അതൊക്കെ ചിലപ്പോൾ നമ്മൾ പല വിഷയങ്ങളും നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത്, ആ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ തന്നെ അവരോട് എതിർപ്പുള്ള, അവരോട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള, അവരോട് അസൂയയുള്ള, അവരോട് ഒരു പുച്ഛ മനോഭാവമുള്ള, അവരെ നിന്ദിക്കുന്ന, അവർ തകരാൻ വേണ്ടിയിട്ട് സ്വപ്നം കണ്ട് നടക്കുന്ന അവരുടെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തന്നെ അവരുടെ ജോലി മേഖലകളിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളും പ്രയാസങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളൊക്കെ പലരിലും കാണാറുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഹിഫ്ള് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഹിഫ്ള് എന്തെങ്കിലും ഒരു അമല് ചെയ്യുക എന്നതിനേക്കാളും ഉപരി നമ്മൾ തഖ്വയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ശൈത്വാനിന്റെ ഷർറുകളെ തൊട്ട് മാറി നിന്ന്, ഹറാമിൽ നിന്ന് മാറി നിന്ന്, നല്ല പവർഫുൾ ആയിട്ട് മുത്തഖിയായിട്ട് തഖ്വയോടുകൂടി റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹത്തില് റബ്ബിനെ നന്ദി ചെയ്ത് ശുക്ർ ചെയ്ത് നല്ല ഒരു ആബിദായി ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ തടസ്സങ്ങളൊന്നും നമ്മൾ മേൽക്ക് സംഭവിക്കില്ല. എന്നാ ജോലിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പ്രയാസങ്ങളാണുള്ളത്? അവർക്ക് നല്ല മാസത്തില് കൃത്യമായിട്ട് സാലറി അവർക്ക് അവരുടെ അക്കൗണ്ടിൽ ലഭിക്കുന്നുണ്ട്. എന്നാ ഇതൊക്കെ നൽകുന്ന റബ്ബിനൊന്ന് സ്തുതിച്ചൂടെ? ആ റബ്ബിനെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ്? 5 വഖത്ത് നിസ്കാരം ഖളാ ആകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാരണവശാലും ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളൊന്നും അല്ലാഹ് നൽകിയില്ല. ഹറാമിൽ നിന്ന് മാറി നിൽക്കുക, കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് റെയിൽവേ പുറമ്പോക്കുകളിലും പീഡിക കൊലായികളിലും അന്തിയുറങ്ങുന്ന എത്രയോ ആളുകള്, തലചായ്ക്കാൻ ഒരു കൂരയില്ലാത്ത എത്ര ആളുകള്. ആ സമയത്തല്ല റബ്ബ് നമുക്ക് ഈ അനുഗ്രഹം നൽകിയിട്ടുള്ളത്. ഈ സ്ഥിരമായിട്ടുള്ള ഈ ജോലി ഉണ്ടല്ലോ, ജോലി മേഖലയിലുള്ള പ്രയാസങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ സ്ഥിരതയുള്ള ജോലി ഇല്ലാത്തത്, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലി ഇല്ല, താൽക്കാലികമായിട്ട് ഒരു ഡെയിലി വേജസിനോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരാള് തൽക്കാലത്തിന് ലീവ് എടുത്തു പോയതിന്റെ ആ വേക്കൻഡില് അങ്ങനെയൊക്കെ കയറിയ ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു സ്ഥിരതയുള്ള ജോലി ലഭിക്കാന്, ഉള്ള ജോലിയിൽ ഒരു ബറക്കത്ത് ഉണ്ടാകാന്, ഈ ജോലി ചെയ്യുന്ന ജോലി അത് പാഷൻ ആയിരിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ്. എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്ന ജോലിയായിരിക്കണം, രസകരമായി ചെയ്യാൻ സാധിക്കുന്ന ജോലിയായിരിക്കണം. ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്, നമ്മൾ ഈ ചില ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ രേഖകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിൽക്കും. അപ്പൊ അവരാ ചെയ്യുന്ന ജോലിയുടെ സ്ട്രെസ് കാരണം അവരതിൽ ഒരു തൃപ്തിയില്ലാത്തത് നമുക്ക് അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. നെറ്റിയൊക്കെ ചുളിപ്പിച്ച് ഒരു സന്തോഷമില്ലാതെ അവരാർക്കോ വേണ്ടി എഴുതുന്നത് പോലെ, ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ ചില ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണാറുണ്ടോ? അത് അവരുടെ ജോലി ഭാരം കൊണ്ടും അവര് ആഗ്രഹിക്കാത്ത ജോലി ലഭിച്ചത് കൊണ്ടുമാണ്.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കുക എന്നുള്ളതാണ്. ഈ ജോലി ആ ഉള്ള ജോലി ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന നല്ല സന്തോഷമുള്ള ജോലിയായിരിക്കുക. അതാണ് നമ്മുടെ ജോലി, നമ്മുടെ പാഷൻ ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ജോലി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയ തലമുറയിലുള്ള ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള കാരണം തന്നെ നമ്മളുടെ അടുക്കൽ പല കേസുകൾ എത്തി നോക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർ തന്നെ നമ്മളോട് പറയണം, ഉസ്താദ് ഇങ്ങനെ ഇത്തരം വിഷയങ്ങളൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ടായി, അപ്പൊ ഞാൻ അവിടുന്ന് ഫയർ ചെയ്തു, അങ്ങനെ ഞാൻ ശബ്ദത്തിൽ സംസാരിച്ചപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ അവര് പിന്നെ എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ നടത്തി. അപ്പൊ പുതിയ തലമുറയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി ലഭിക്കുക എന്നുള്ളതും ആ ജോലി ചെയ്യുക എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ്. അപ്പോ നമുക്ക് ജോലി ലഭിക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ജോലിയായിരിക്കണം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. അപ്പൊ ടീച്ചിങ് എന്നുള്ള ആ ഒരു ഫീൽഡില് ഞാൻ നിൽക്കുന്ന സമയത്തോളം എനിക്ക് ടൈം പാസ്, സമയം എത്ര സമയം പോകുന്നുണ്ട് എന്നതുപോലെ എനിക്കറിയില്ല. കാരണം നമ്മുടെ മുമ്പില് സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ ആ സ്റ്റുഡൻസിന് നമ്മൾക്ക് അറിവുള്ള വിഷയം അവർക്ക് നാം പകർന്നു കൊടുക്കുമ്പോൾ, അത് ഇംഗ്ലീഷ് ആവട്ടെ, മാത്തമാറ്റിക്സ് ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആകട്ടെ, അതിന്റെ ഇക്വേഷൻ പറഞ്ഞു കൊടുത്ത് അതിന്റെ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച വിഷയമാണ്, എൻജോയ് ചെയ്താണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് പഠിപ്പിക്കുന്നതിലൂടെ, ടീച്ച് ചെയ്യുന്നതിലൂടെ നമുക്കത് പഠിക്കാൻ പറ്റുകയാണ്. അപ്പൊ ആ ഒരു വിഷയം ചെയ്യുന്ന ജോലി പാഷൻ ആയിരിക്കുക. ചില ആളുകള് നഴ്സിംഗ് ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ആ ഒരു വിഷയം ചെയ്യുന്ന സമയത്ത്. എന്നാൽ ചില ആളുകൾക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ് ഈ ടൈപ്പിംഗ് പോലെയുള്ള ജോലികൾ. അവർ വേറെന്തോ ഒരു ജോലിയാണ് ഉദ്ദേശിച്ചിരുന്നത്, അങ്ങനെ അവർക്ക് കിട്ടിയ ജോലി ടൈപ്പിംഗ് ഫീൽഡിലുള്ള ജോലിയാണ്. അപ്പൊ ഒരു ദിവസം അവർക്ക് 200 പേജെങ്കിലും ചുരുങ്ങിയത് ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അവർ വളരെ സ്ട്രെസ്സോടുകൂടെ, വളരെ പ്രയാസത്തോടുകൂടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു പ്രയാസം. അപ്പൊ നമുക്ക് എപ്പോഴും നാം റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യേണ്ടത് സ്ഥിരതയുള്ള ജോലി. ആ സ്ഥിരതയുള്ള ജോലി തന്നെ നമ്മൾ പഠിച്ച വിഷയത്തിലുള്ള ജോലി, അത് നല്ല മേന്മയുള്ള ജോലി, അതൊരിക്കലും നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി ആകരുത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജോലി ആയിരിക്കണം. അങ്ങനെ ഒരു ജോലി ലഭിക്കാൻ, നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ, ഞാൻ പറഞ്ഞല്ലോ, സിഹറുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നീങ്ങാൻ, കണ്ണീറുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നീങ്ങി, പൈശാചികമായ പ്രയാസങ്ങൾ നീങ്ങി, ശത്രുക്കളുമായി ബന്ധപ്പെട്ട വല്ല അദാവത്തോ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങി നല്ല റാഹത്തുള്ള ജോലി മേഖലയിൽ അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും, അത് വിസയുമായി ബന്ധപ്പെട്ടതാവട്ടെ, പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടതാവട്ടെ, നമ്മുടെ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ടതാവട്ടെ, ഏത് വിഷയങ്ങളിലുള്ള തടസ്സങ്ങളും നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ ജോലി അന്വേഷിക്കുന്ന ആർക്കും അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അമലാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്തു നോക്കൂ. ആദ്യമായിട്ട് ചെയ്യേണ്ടത് 3 ദിവസമാണ് ഇത് ചെയ്യേണ്ടത്. 3 ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യണം, കണ്ടിന്യൂസ്ലി 3 ദിവസം. ഇത് ആർക്കൊക്കെ ചെയ്യാം? ഇത് ജോലി അന്വേഷിക്കുന്ന ജോലി അന്വേഷിക്കുന്ന അവരാണ് ഇത് ചെയ്യേണ്ടത്. ഒരു സഹോദരനാണ് ജോലി അന്വേഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അവര് ഇതുപോലെ ചെയ്യാം. അത് ഒരു സഹോദരിയാണ് അന്വേഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ഇതേപോലെ ചെയ്യാം. ഇനി നമ്മുടെ മകൻക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് ഇത് ചെയ്തു കൊടുക്കാം. ഉമ്മാക്ക് ചെയ്തു കൊടുക്കാൻ ഉമ്മ മകന് വേണ്ടി ഇത് ചെയ്യാവുന്നതാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല്, സുബ്ഹ് നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ പിന്നെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം, ഇതിലേതെങ്കിലും ഒരു ടൈം, സുബ്ഹ് നിസ്കാരത്തിന് ശേഷം 19 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്ന് വുളുവോടുകൂടെ കാലുകൾ ചലിപ്പിക്കാതെ ഈ പറഞ്ഞ രൂപത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് 19 തവണ ചൊല്ലുക. അത് പൂർണ്ണമായിട്ട് ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ മീമിന്റെ സുക്കൂൻ വരെ കേൾക്കണം. അത് കഴിഞ്ഞിട്ട് ഫാത്തിഹ 7 തവണ, ഫാത്തിഹ 7 തവണ. അത് കഴിഞ്ഞിട്ട് സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ആ ഒരു സൂറത്ത് അത് 7 തവണ. അതിനുശേഷം സൂറത്തുൽ കൗസർ 7 തവണ, ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന് തുടങ്ങുന്ന സൂറത്ത് 7 തവണ. അതിനുശേഷം യാ ഫത്താഹു യാ അല്ലാഹ് എന്നുള്ളത് 101
101 തവണ. അതിനുശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നുള്ളത് 10 തവണ. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തതിന്റെ ശേഷം അള്ളാഹുവിനോട് അർഹമുർ റഹീമായ റബ്ബേ, അറിയാവുന്നവര് പച്ച മലയാളത്തിൽ അതേപോലെ ചെയ്യാം. ഞാൻ പറയുന്ന അറബി, ഞാനതിന് ഒരു അറബിയിൽ പറയുന്നുണ്ട്, അത് ചെയ്യണം. അല്ലാഹുമ്മ ർസുഖ്നി വ അൻത ഖൈറുർ റാസിഖീൻ, അല്ലാഹുമ്മ ർസുഖ്നി വ അൻത ഖൈറുർ റാസിഖീൻ, അല്ലാഹുമ്മ ർസുഖ്നി വ അൻത ഖൈറുർ റാസിഖീൻ എന്ന് ചൊല്ലാം. അത് ചെയ്തവരും ചെയ്യാൻ കഴിയാത്തവരൊക്കെ അതിനുശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വ യുകാഫിഉ മസീദ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅലാ ആലി സയ്യിദിന വ മൗലാന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഹംദു സലാത്തു ചൊല്ലാൻ അർത്ഥം. ഹംദു സലാത്തു ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനോട് പച്ച മലയാളത്തില്, അള്ളാഹുവേ, എനിക്ക് റാഹത്തുള്ള സന്തോഷമുള്ള ഒരു ജോലി നീ നൽകണം അല്ലാ എന്ന് 3 തവണ മനസ്സറിഞ്ഞ് റബ്ബന്റെ മുമ്പിലുണ്ട്, റബ്ബെന്നെ കാണുന്നുണ്ട്, ഞാൻ നിസ്കരിച്ചത്, ഞാൻ ചൊല്ലിയത്, ഞാൻ ദുആ ചെയ്യുന്നത് അല്ലാഹു കേൾക്കുന്നുണ്ട്. കണ്ടനാടിയേക്കാൾ എന്നോടടുത്ത് നിൽക്കുന്ന എൻ്റെ റബ്ബ് എനിക്ക് ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയോടുകൂടെ നിങ്ങളിത് 3 ദിവസം കൃത്യമായി ചെയ്താൽ ഏതു തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങി. ഞാൻ ഈ നേരത്തെ പറഞ്ഞ അദാവത്ത്, സിഹർ, ഐന്, അതേപോലെ ശൈത്വാനിയത്ത്, ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും നീങ്ങി നല്ല റാഹത്തുള്ള ജോലി ലഭിക്കാൻ കാരണമാകും. പുരുഷന്മാരൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ അത് പള്ളിയിൽ പോയി ചെയ്താൽ അതൊന്നുകൂടെ പവർഫുൾ ആണ്, അതൊന്നുകൂടെ എഫക്റ്റീവ് ആണ്. സഹോദരിമാരെ, അവിടെ നിന്ന് ചെയ്യുക. അതേപോലെ തന്നെ ചെയ്യുന്നതിന്റെ മുമ്പ് നല്ല ഹൃദയശുദ്ധിയോടുകൂടെ, ഹൃദയത്തിൽ നിന്ന് എല്ലാ മ്ലേച്ഛമായ ചിന്തകളും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നല്ല സന്തോഷത്തോടുകൂടെ ചെയ്താൽ നല്ല ഫലം അതിന് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. പലരും നമ്മുടെ മുമ്പിൽ വരുന്നവരിൽ ഒരുപാട് ആളുകൾ ജോലി തടസ്സങ്ങളുള്ളവരാണ്. അല്ലാഹുവേ, അവരുടെ പാവങ്ങളുടെ ജോലിയുടെ പ്രയാസങ്ങളൊക്കെ നീക്കം ചെയ്ത് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള അഭിവൃദ്ധിയുള്ള ഒരു ജോലി അവർക്ക് നൽകി അവരുടെ ജീവിതത്തിൽ നീ വലിയ ഫത്ഹ് നൽകണം അല്ലാഹ്.